നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓണം സ്പെഷ്യൽ ഡ്രൈവ് കേരള കർണാടക അതിർത്തിയിൽ വാഹന പരിശോധന ശക്തമാക്കി എക്സൈസ്. തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിൽ കനത്ത മഴയിൽ വിള്ളൽ രൂപപ്പെട്ട റോഡ് തകർന്ന ഭാഗം റോഡ് വിഭാഗം ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു. റോഡ് പുനർനിർമ്മാണം സംബന്ധിച്ച യോഗം 16-ന്. ഡിജി കേരളം പഠിതാക്കൾക്കുള്ള പരിശീലനം ജില്ലാതല ഉദ്ഘാടനം കേളകത്ത്. കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി അനീഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഓണത്തോടനുബന്ധിച്ച് എക്സൈസിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പരിശോധന ശക്തമാക്കി. ഓണാഘോഷത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 20 വരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴയിൽ വാഹന പരിശോധനയും ശക്തമാക്കി. ബാംഗ്ലൂരു, മൈസൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വ്യാപകമായി MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നും സ്പിരിറ്റ് ഉൾപ്പെടെ കടത്തുന്നതും തടയാൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധന ശക്തമാക്കിയത്. ഓണക്കാലത്തെ വ്യാജമദ്യക്കടത്ത് തടയാൻ എക്സൈസ്, ബാർ, ഹോട്ടലുകൾ, ബിയർ വൈൻ പാർലറുകൾ, ആയുർവേദ വൈദ്യശാലകൾ, കള്ളുഷോപ്പുകൾ തുടങ്ങിയ ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിൽ കനത്ത മഴയിൽ വിള്ളൽ രൂപപ്പെട്ട് റോഡ് തകർന്ന ഭാഗം തിരുവനന്തപുരം റോഡ് വിഭാഗം ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു. ജൂലൈ 30-നാണ് തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിൽ ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത്. കനത്ത മഴയെ തുടർന്ന് തലശ്ശേരി ബാവലി റോഡിലെ നെടുമ്പോൽ ചുരത്തിൽ 4ാമത്തെ ഹെയർപിൻ വളവിൽ റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇതോടെയാണ് അപകട സാധ്യത കണക്കിലെടുത്ത് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചത്. 40 മീറ്ററോളം നീളത്തിൽ 3 അടിയോളമാണ് റോഡ് താഴ്ന്നത്. റോഡിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് താഴ്ന്നത്. റോഡിന് കുറുകെയും വലിയ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ചീഫ് എഞ്ചിനീയേഴ്സ് എക്സ്പേർട്ട് ടീം തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിലെ വിള്ളൽ വീണ റോഡ് സന്ദർശിച്ചത്. തിരുവനന്തപുരം ചീഫ് എഞ്ചിനീയർ റോഡ്സ് വിഭാഗത്തിലെ അജിത് രാമചന്ദ്രൻ, തിരുവനന്തപുരം NH എഞ്ചിനീയർ ചീഫ് KP അൻസാർ, കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ജയശ്രീ എന്നിവരുൾപ്പെട്ട സംഘമാണ് ചുരം റോഡിൽ തകർന്ന ഭാഗം സന്ദർശിച്ചത്. KK ശൈലജ ടീച്ചർ MLAക്ക് വാർഡ് മെമ്പർ ജിമ്മി അബ്രഹാം നൽകിയ നിവേദനത്തെ തുടർന്നായിരുന്നു പൊതുമരാമത്ത് മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായി അടിയന്തര പ്രാധാന്യത്തോടുകൂടി തകർന്ന റോഡ് സന്ദർശിച്ചത്. റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ KK ശൈലജ ടീച്ചർ MLAക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും കൈമാറുകയും ചെയ്യുമെന്ന് ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രൻ അറിയിച്ചു. 16-ാം തീയതി മന്ത്രിയുടെ ഓഫീസിൽ ചേരുന്ന മീറ്റിംഗിൽ റോഡിന്റെ പുനർനിർമ്മാണം സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും എഞ്ചിനീയർ പറഞ്ഞു. വാർഡ് മെമ്പർ ജിമ്മി അബ്രഹാം, ബാബു, ഷജിൽ കുമാർ, ജിൻസ് PC, ജോബ് OA, ജെയ്മോൻ OA എന്നിവരും സന്നിഹിതരായിരുന്നു. കണ്ണവം ഫോറസ്റ്റ് റേഞ്ചിലെ SFO സുരേന്ദ്രൻ AK-യും സ്ഥലത്തെത്തിയിരുന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ജില്ലയിൽ ഡിജി കേരളം സർവേ പൂർത്തിയാക്കിയ പഞ്ചായത്തായി കേളകം ഗ്രാമപഞ്ചായത്ത്. സർവേയിൽ കണ്ടെത്തിയ ഡിജിറ്റൽ സാക്ഷരതയില്ലാത്ത പഠിതാക്കൾക്കുള്ള പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കേളകം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി അനീഷ് നിർവഹിച്ചു. ജില്ലയിൽ ഡിജി കേരളം സർവേ നടപടികൾ പൂർത്തിയാക്കിയ ആദ്യ പഞ്ചായത്തായി കേളകം ഗ്രാമപഞ്ചായത്ത്. ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സർവേ അതിവേഗം പൂർത്തിയായി വരികയാണ്. സർവേയിലൂടെ കണ്ടെത്തിയ ഡിജിറ്റൽ സാക്ഷരതാ പഠിതാക്കൾക്ക് പരിശീലനം നൽകി നവംബർ 1-ന് കേരളപ്പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി കണ്ണൂരിനെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. സർവേയിൽ കണ്ടെത്തിയ ഡിജിറ്റൽ സാക്ഷരതയില്ലാത്ത പഠിതാക്കൾക്കുള്ള പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് കേളകം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി അടുത്ത നടപടി ഈ പഠിതാക്കളെ കണ്ടെത്തിയിട്ടുള്ള ആളുകളെ ഡിജിറ്റൽ സാക്ഷരരാക്കുക എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ശ്രമകരമായ ജോലിയാണ്. ഇപ്പോൾ തന്നെ ഇന്നത്തെ യോഗത്തിലേക്ക് തന്നെ പലരും ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും പഠിക്കേണ്ടതില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത്. കാരണം അതിനോട് താല്പര്യക്കുറവാണ്, പലർക്കും ഫോണില്ല. എന്തായാലും നമുക്ക് അവരെ പടിപടിയായിട്ട് അവരുടെ വീടുകളിൽ പോയിട്ട് ഏതെല്ലാം തരത്തിലാണോ അതെല്ലാം ശ്രമിച്ചുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ സാക്ഷരത അവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കണം. കാരണം നമുക്ക് അറിയാം, നമ്മുടെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന നിലയിലേക്ക് വരികയാണ്. നമ്മുടെ തൊഴിൽ സംരംഭം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പല പദ്ധതികളും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നമുക്കറിയാം KDESK എന്ന പേരിൽ തൊഴിലായക പദ്ധതി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ
രാജ്യത്തിന് വഴികാട്ടിയായി മാറിക്കൊണ്ട് കേരളമാണ് ഇത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങളുമായി ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനം ആരംഭിക്കുന്ന പല പരിപാടികളും പിന്നീട് മറ്റ് സംസ്ഥാനങ്ങൾ, മറ്റ് പ്രദേശങ്ങൾ, ഒരുപക്ഷെ ചില രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന നിലയിലാണ് ഉള്ളത്. അത് മലയാളികളായ ഏതൊരാളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ചടങ്ങിൽ ജോയിന്റ് ഡയറക്ടർ സെറീന എ റഹ്മാൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത, ജില്ലാ നോഡൽ ഓഫീസർ പി വി ജസീർ, പഞ്ചായത്ത് സെക്രട്ടറി MP ലതിക, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലേക്കൂറ്റ്, സജീവൻ പാലൂമി, കെ ഫ്രാൻസിസ് മാസ്റ്റർ, സന്തോഷ് കെ തടത്തിൽ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഇരട്ടി പഴയഞ്ചേരി മുക്കിൽ വാഹന അപകടങ്ങൾ തുടർക്കഥയാക്കുന്നു. പഴയഞ്ചേരി ജംഗ്ഷനിലെ സിഗ്നലിലാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. ഇരട്ടി പഴയഞ്ചേരി മുക്കിലെ സിഗ്നലിലാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി മാറിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കാറിന് പിന്നിൽ മിനി ലോറി ഇടിച്ച് കാറിന്റെ പിറകുവശം തകർന്നു. ഇരട്ടി ഭാഗത്ത് നിന്നും മട്ടന്നൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് സിഗ്നലിൽ അപകടത്തിൽപ്പെട്ടത്. 2 ആഴ്ച മുൻപാണ് ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ചും വലിയ അപകടമുണ്ടായത്. ഇതിനിടയിൽ തന്നെ നിരവധി ചെറിയ വാഹന അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കുവാനുള്ള സീബ്ര ലൈൻ ഉൾപ്പെടെ മാഞ്ഞുപോയ നിലയിലാണ്. തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന റോഡിന്റെ ജംഗ്ഷൻ കൂടിയാണിത്. ഇവിടെയാണ് അപകടങ്ങൾ പതിവായി മാറിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. അപ്രതീക്ഷിതമായുണ്ടായ പക്ഷാഘാതം യുവാവിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ശരീരത്തിന്റെ വലതുവശം തളർന്നുപോയ ഇരട്ടി നേരപ്പോക്കിലെ ശിവപ്രസാദിന്റെ തുടർ ചികിത്സയ്ക്കായി സഹായം തേടുകയാണ് കുടുംബം. 2021 ഒക്ടോബർ 6-ാം തീയതി രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് 42-കാരനായ ശിവപ്രസാദിന്റെ കാലിൽ വേദന അനുഭവപ്പെട്ടത്. പിന്നീട് തളർന്നു വീണു. ഉടൻ തന്നെ ഇരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ശിവപ്രസാദിനെ എത്തിച്ചു. ഇവിടെ നടത്തിയ വിദഗ്ധമായ പരിശോധനയിലാണ് പക്ഷാഘാതമാണ് ശിവപ്രസാദിന് ഉണ്ടായത് എന്ന് മനസ്സിലായത്. 1 മാസക്കാലം അബോധാവസ്ഥയിൽ കിടന്നു. പിന്നീട് ശരീരത്തിന്റെ വലതു കൈയും വലതു കാലും ഉൾപ്പെടെ ഒരു ഭാഗം തളർന്നുപോയി. പിന്നീട് സംസാരശേഷി തിരിച്ചു കിട്ടി. എനിക്ക് പക്ഷാഘാതം, സ്ട്രോക്ക് എന്ന അസുഖം പിടിപെട്ടു. ഇവിടെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. നേരെ കാരുണ്യ ഹോസ്പിറ്റലിലും തുടർന്ന് AKGയിലും അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. അവിടെ 15 ദിവസത്തോളം ICUവിൽ കിടന്നു. കയ്യിലും കാലിനും അനക്കാൻ പറ്റുന്നില്ല. തുടർ ചികിത്സക്കുള്ള ഒരു ഇതും കാണുന്നില്ല. ഇത് നല്ലവരായ നാട്ടുകാർ ചെറിയ പൈസ സ്വരൂപിച്ച് ചികിത്സക്കെല്ലാം പറ്റി. ഇപ്പോൾ തുടർ ചികിത്സക്കുള്ള പണത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കുമുള്ള പണം തീരെ വയ്യാതായിരിക്കുന്നു. ഫർണിച്ചർ ജോലി ചെയ്ത് വരുന്നതിനിടയിലായിരുന്നു ആകസ്മികമായി തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയത്. നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം അകമഴിഞ്ഞ് സഹായിച്ചു. ചെറുപ്പം മുതലേ അച്ഛൻ മരിച്ച ശിവപ്രസാദിന് കൂട്ട് അമ്മ പത്മിനിയും സഹോദരനുമാണ്. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ആരും ഒന്നും തരാനൊന്നുമില്ല. പിന്നെ വരുമാനമൊന്നുമില്ല. പിന്നെ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും തന്നതേ ഉള്ളൂ. അതിനാണ് മരുന്നും വാങ്ങും. പിന്നെ നമ്മളെ ചികിത്സയും എല്ലാം അതിനുണ്ടാകും. പിന്നെ വേറെ വരുമാനമൊന്നുമില്ല. പിന്നെ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും തരൂ, അതന്നെ വരുമാനം. വേറെ വരുമാനമൊന്നുമില്ല. തുടർ ചികിത്സക്കായി ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശിവപ്രസാദ്. ശിവപ്രസാദിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ കേരള ഗ്രാമീൺ ബാങ്ക് ഇരട്ടി ശാഖയിൽ ശിവപ്രസാദിൻ്റെ പേരിൽ 40717100006268 എന്ന അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിക്കാം. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സേവന പ്രവർത്തനത്തിനായി വയനാട്ടിലേക്ക് തിരിച്ചു. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സേവന പ്രവർത്തനത്തിനായി പുറപ്പെട്ടു. ഇരിട്ടിയിൽ നിന്നും പുറപ്പെട്ട സംഘത്തെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഫ്ലാഗ് ഓഫ് ചെയ്ത് യാത്രയാക്കി. പ്രിയപ്പെട്ട ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയി, വിൻസെൻ്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ പറഞ്ഞതുപോലെ നമുക്കറിയാം വയനാട് ദുരന്തം
നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ച ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഈ സമീപകാലത്ത് നമ്മൾ നേരിട്ടത്. ആ ദുരന്തത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായഹസ്തങ്ങൾ ഉയരുകയാണ്. അതിൽ ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ വളരെ നല്ല നിലയിലുള്ള മാതൃകാപരമായ പ്രവർത്തനമാണ്. അവിടെ ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അത് തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ ദൗത്യ സംഘം അവിടെ പോയി അവിടുത്തെ ക്യാമ്പുകളിൽ സേവനം ചെയ്യുന്നതിന് അവർ തയ്യാറായി സന്നദ്ധമായി ഒരു സംഘം പോവുകയാണ്. അതിന് ഇരിട്ടിയിൽ നിന്ന് യാത്രയയക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ നന്മ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മാതൃകയാകട്ടെ. പ്രത്യേകമായി നാടിൻ്റെ നന്ദി ഈ സംഘടനയ്ക്ക് അറിയിച്ചുകൊണ്ട് ഈ ദൗത്യത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് പി ജോയ്, ജനറൽ സെക്രട്ടറി വിൻസെന്റ് തോമസ്, വർക്കിംഗ് പ്രസിഡന്റ് രഞ്ജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സേവന പ്രവർത്തനങ്ങൾക്കായി വയനാട്ടിലേക്ക് പോയത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വിളമന വട്ടവയൽ റോഡിന് പല ഘട്ടങ്ങളിലായി തുക വകയിരുത്തിയതായും റോഡ് നവീകരിച്ചതാണെന്നും ഇപ്പോഴുള്ള ആരോപണം തികച്ചും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നും പായം പഞ്ചായത്ത് അംഗം PN ജെസ്സി ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. വർഷങ്ങളായി പായം പഞ്ചായത്തിലെ വിളമന വട്ടവയൽ റോഡിനോട് പഞ്ചായത്ത് അധികൃതർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്ന ആരോപണത്തിന് മറുപടിയായാണ് പായം പഞ്ചായത്ത് അംഗം PN ജെസ്സി ഈ റോഡിനു വേണ്ടി വെച്ച ഫണ്ടുകളെക്കുറിച്ച് അക്കമിട്ട് പറഞ്ഞത്. വട്ടിയങ്ങാട് വട്ടവയൽ റോഡ്, അമ്പലത്തട്ട് വട്ടവയൽ റോഡ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരുന്ന റോഡാണ്. നമ്മളെ 2019 മുതൽ കഴിഞ്ഞ ഭരണസമിതി അശോകേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ കിടപ്പ് രോഗികളുടെ അടക്കം 11 വീടുണ്ട് നമുക്ക്. അവിടെ ആ കിടപ്പ് രോഗികളുടെ അടക്കമുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ആദ്യം തുടങ്ങി വെച്ചിരുന്നു, റോഡിൻ്റെ ടാറിങ് തുടങ്ങി വെച്ചിരുന്നു. 4 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ വട്ടിയങ്ങാട് വട്ടവയൽ റോഡിൻ്റെ ആരംഭത്തിൽ 4 ലക്ഷം രൂപയുടെ ടാറിങ് ചെയ്തു വെച്ചു. അതിനുശേഷം നമ്മുടെ CMLRP ഫണ്ടിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും നമുക്ക് കിട്ടിയ തുക ഒരു 15 ലക്ഷം രൂപ. അത് ആ കിടപ്പ് രോഗികളുള്ള ഭാഗം അവിടുന്ന് പൂർത്തീകരിച്ച് വട്ടവയലിലെ വീട് തീരുന്നിടം, അതായത് 11 വീട് തീരുന്നിടം വരെയുള്ള സ്ഥലങ്ങളിൽ ടാറിങ് നടത്തി. അതിനുശേഷം അതിനിടയ്ക്ക് കുറച്ച് ഭാഗം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. 2020 മുതൽ ഇങ്ങോട്ട് ഓരോ വർഷവും നമുക്ക് പഞ്ചായത്തിൽ ഒരു മെമ്പർക്ക് നമുക്കറിയാം പരിമിതമായ ഒരു ഫണ്ടാണ് നമുക്ക് ലഭിക്കുന്നതെന്നറിയാം. ആ ഒരു ഫണ്ടിൻ്റെ ഒരു വിഹിതം 4 ലക്ഷം രൂപ മുതൽ ആദ്യത്തെ വർഷം 4 ലക്ഷം രൂപ വെച്ചു, പിന്നെ ഒരു 4.5 ലക്ഷം രൂപ വെച്ചു. അതുപോലെ ഫ്ലഡിൻ്റെ ഒരു 4 ലക്ഷം രൂപ വർക്ക് കിട്ടി. 5 ലക്ഷം രൂപ 5,90,000 രൂപയുടെ ഡ്രെയിനേജ് എടുത്തു. അങ്ങനെയുള്ള വർക്കുകൾ ഈ കഴിഞ്ഞ 3 വർഷവും നമ്മൾ നിരന്തരം ആ റോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനവാസ മേഖലയിൽ അവിടെ താമസിക്കുന്ന 11 കുടുംബങ്ങൾ, ഇപ്പം 2 കുടുംബങ്ങൾ താമസിക്കുന്ന വീടിന് മുമ്പ് ഭാഗം മാത്രം നമുക്ക് കുറച്ചൊരു 400 മീറ്റർ വിട്ടുപോയിട്ടുള്ളൂ. അത് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിട്ടല്ല, നമ്മൾ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ട് തന്നെയാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മളവിടെ ഒരു നമുക്കറിയാം നമുക്കിപ്പോൾ കിട്ടുന്നത് മെയിൻ്റനൻസ് ഫണ്ട് മാത്രമാണ്. ആ മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ റോഡുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ബ്ലോക്കിലേക്ക് 2 റോഡുകൾ നമുക്ക് ഒരു റോഡ് കൊടുത്തിരുന്നത് അമ്പലത്തട്ട് വട്ടവയൽ റോഡാണ്. വീതി കുറഞ്ഞ റോഡ് വീതി കൂട്ടി നവീകരണ പ്രവൃത്തി നടത്താൻ ഇനിയും ശ്രമിക്കുമെന്നും അതിന് നാട്ടുകാരുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നതായും പഞ്ചായത്ത് അംഗം പറഞ്ഞു. ഇപ്പോഴുണ്ടായിരിക്കുന്ന ആരോപണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നും പഞ്ചായത്ത് അംഗം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പെരാവൂർ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ ഔദ്യോഗിക ഇടവക സന്ദർശനവും വിശുദ്ധ കുർബാനയും വൈദിക കൂട്ടായ്മയും ഓഗസ്റ്റ് 15 രാവിലെ നടക്കുമെന്ന് ആർച്ച് പ്രീസ്റ്റ് ഫാദർ മാത്യു തെക്കേമുറി പറഞ്ഞു. പെരാവൂർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇടയനെടുത്ത സന്ദർശനം നടത്തുന്നു. നാളെ ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച രാവിലെ 6:45 അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിനും അഭിമന്യ മാർ ജോസഫ് പാമ്പളാനി പിതാവിനും ഇടവക സമൂഹം സ്വീകരണം നൽകുന്നു. തുടർന്ന് 7 മണിക്ക് അഭിമന്യ പിതാക്കന്മാരുടെ പ്രധാന കാർമ്മികത്വത്തിലുള്ള ദിവ്യബലി അർപ്പണം നടക്കും. തുടർന്ന് ദേശീയ പതാക ഉയർത്തുകയും പിന്നീട് പേരാവൂർ ഇടവകയിലെ അൽമായ നേതൃത്വത്തിൽ ഉള്ളവർ പേരാവൂർ ഇടവകയിലെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, മതാധ്യാപകർ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, സംഘടനാ ഭാരവാഹികൾ എന്നിവരുമായി പിതാവ് മീറ്റിംഗ് നടത്തുകയും 11 മണിക്ക് കൊളക്കാട് ഇടവകയിൽ സന്ദർശനം നടത്തും.
12 മണിക്ക് ഈ പേരാവൂർ ഫൊറോനയിലെ വൈദികരെല്ലാവരും ഒരുമിച്ച് കൂടി അഭിനന്ദ പിതാവുമായിട്ട് മീറ്റിങ്ങിൽ സംസാരിക്കുകയും ചെയ്യും. 1 മണിക്ക് അഭിനന്ദ പിതാവിൻ്റെ ഔദ്യോഗികമായ സന്ദർശന പരിപാടികൾ അവസാനിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അഭിനന്ദ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന ദിവ്യബലി അർപ്പണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമയം മറക്കേണ്ട. രാവിലെ 6:45 സ്വീകരണവും തുടർന്ന് 7 മണിക്ക് വിശുദ്ധ കുർബാനയും. നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങളും ഭാരതാംബയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിൽ പങ്കുചേരുന്ന നമുക്കെല്ലാവർക്കും സർവ്വനന്മകളും നേരുകയും ചെയ്യുന്നു. കേളകം പഞ്ചായത്ത് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന നൈറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ഹരിത ടൂറിസം ക്യാമ്പയിന്റെ ഭാഗമായി ഏകദിന പരിശീലനം നൽകി. കേളകം ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ഹരിത ടൂറിസം ക്യാമ്പയിന്റെ ഭാഗമായി ഏകദിന പരിശീലനം നൽകി. കൽപ്പറ്റ MS സ്വാമിനാഥൻ കാർഷിക ജൈവ വൈവിധ്യ നിലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശീലനം ഡയറക്ടർ ഡോക്ടർ V ഷക്കീല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ, എല്ലാ വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ കേരളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഗ്രികൾച്ചർ ഓഫീസർ സുനിൽ സർ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ പേരിലും MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിലേക്ക് വളരെയേറെ സ്നേഹത്തോടും ആദരവോടും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ക്ലാസ് നമ്മൾ കുറച്ചു നാളായിട്ട് പ്രസിഡന്റ് വളരെ. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ പദ്ധതി വിശദീകരണം നടത്തി. സുസ്ഥിര മണ്ണ് പരിപാലന രീതികളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും എന്ന വിഷയത്തിൽ റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കീർത്തിയും കാർബൺ കുറയ്ക്കുന്നതിൽ സുസ്ഥിര കൃഷിയും ഇക്കോ ടൂറിസത്തിൻ്റെയും പങ്ക് എന്ന വിഷയത്തിൽ റിട്ടയർഡ് വയനാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K മമ്മൂട്ടിയും ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ഇക്കോ ടൂറിസം സൊസൈറ്റി അംഗങ്ങൾ, നെറ്റ് സീറോ കോർ ഗ്രൂപ്പ് അംഗങ്ങൾ, പാലുകാച്ചി വനസംരക്ഷണ സമിതി അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർക്കാണ് പരിശീലനം നൽകിയത്. MS സ്വാമിനാഥൻ ഡെവലപ്മെൻറ്റ് കോർഡിനേറ്റർ PC സുനിൽ, ജൈവവൈവിധ്യ പരിശീലകൻ P സലീം, കേളകം കൃഷി ഓഫീസർ സുനിൽ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. പായം ഗ്രാമപഞ്ചായത്ത്, പായം ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ നേതൃത്വത്തിൽ മാടത്തിൽ വാർഡ് തല ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഇരട്ടി കല്ലുമുട്ടയിൽ നടന്നു. പായം ഗ്രാമപഞ്ചായത്ത്, പായം ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ നേതൃത്വത്തിൽ മാടത്തിൽ വാർഡ് തല ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഇരട്ടി കല്ലുമുട്ടിയിൽ വെച്ച് നടന്നു. പായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ നടപ്പ് വർഷം തന്നെ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട്, കുറച്ചുകൂടി ഫണ്ട് വേണം. ഡോക്ടർ അതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. ഗവൺമെൻറ് മുമ്പിൽ സമർപ്പിച്ചു. അത് എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ആയുർവേദ ആശുപത്രിയിൽ അടുത്തൊരു പ്രോജക്റ്റ് ഡോക്ടർ പറഞ്ഞ് ഞാൻ വിശദമായ കാര്യങ്ങളിലേക്കേ പോകുന്നതല്ല, പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ കോളിക്കടും ഫുട്ബോൾ ഗ്രൗണ്ടുമായി അതിരിടുന്ന ആ പ്രദേശത്ത്, ആ ഭാഗത്ത് ഒരു ശലഭോദ്യാനം, വരുന്ന ആളുകൾക്ക് മരുന്ന് ഡോക്ടറെ കണ്ട് സംസാരിച്ച് കൂട്ടത്തിൽ മാനസികമായിട്ടുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രവും കൂടി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഡോക്ടർ അവിടെ പണിയെടുത്താൽ വരുന്ന ആളുകൾക്ക് മരുന്ന് കൊടുത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി അയാളുടെ സമയത്ത് കഴിച്ച് അങ്ങ് പോയാൽ മതി. നമുക്കറിയാലോ, അങ്ങനെ ചെയ്താൽ മതി, അവർക്ക് അവരുടെ ശമ്പളം കൊടുക്കും. പക്ഷെ ആ നിലയിലല്ല നമ്മുടെ ആയുർവേദ ആശുപത്രിയുടെ വികസന വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിലാകെ ചെറുതും വലുതുമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്യാമ്പുകൾ, യോഗ പരിശീലനം. യോഗ എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിനകത്ത് നടത്തിയിട്ടുള്ള യോഗ അത് ഡോക്ടർ തന്നെ മുൻകൈയെടുത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച പ്രോജക്റ്റായി നടപ്പിൽ വരുത്താൻ പേരിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ല, നല്ല ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ സാധിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V പ്രമീള അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം P സാജിദ്, പായം ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചെന്നകേശ്വർ, ആർളം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K താര, N ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് കേളകം ഗ്രാമപഞ്ചായത്ത് സംയോജിത പദ്ധതി അവലോകന യോഗം കേളകം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലേക്കൂറ്റ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് കേളകം ഗ്രാമപഞ്ചായത്ത് സംയോജിത പദ്ധതി അവലോകന യോഗം കേളകം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് പുളിക്കക്കണ്ടത്തിന്റെ അധ്യക്ഷതയിൽ കേളകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലേക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പദ്ധതിയായിട്ട് യോജിപ്പിച്ച് എങ്ങനെ നമുക്ക് നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ യോഗം ഇവിടെ ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്നിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ തീരെ കുറച്ചേ ഉള്ളൂ. അത് ആ പണികൾ തന്നെ ചെയ്യുന്നതിന് വേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് ഈ റോഡുകളുടെ കാന പോലെയുള്ള സംഭവങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ള പഞ്ചായത്തുകൾ നടത്തുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ അത് നടത്താൻ പറ്റുന്നില്ല. നമ്മുടെ പേരാവൂർ ബ്ലോക്കിൽ അത് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ രജിസ്ട്രാർ കൃത്യമായിട്ട് അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കും. അത് എങ്ങനെയെങ്കിലും അങ്ങനെയുള്ള പണികൾ ഏറ്റെടുത്ത് നടത്തിയാൽ നമ്മുടെ പഞ്ചായത്തിലുള്ള റോഡുകളെയൊക്കെ നമുക്ക് കാര്യമായിട്ട് സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ മൃഗ സംരക്ഷണ വകുപ്പ്, അതുപോലെ കൃഷി വകുപ്പും ഒക്കെ ആയിട്ട് യോജിച്ച് ഒരുപാട് പദ്ധതികൾ അതായത് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ വളരെ ആരോഗ്യപരമായ ഒരു ചർച്ചയിലൂടെ നമുക്ക് രജിസ്ട്രാർ പറയുന്ന കാര്യങ്ങളും കൂടെ കേട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയിക്കുമെന്ന് മാത്രം. അതുകൊണ്ട് ഈ ഒരു യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO റെജി പി മാത്യു പദ്ധതി അവലോകനം നടത്തി. ഇനി എൻ്റെ ഒറ്റ ഉദ്ദേശം വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. വന്നതിൻ്റെ ഉദ്ദേശം ഒറ്റ കാര്യമുള്ളൂ. അതെന്ന് പറയുന്നത് കൺവേർജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലോക്കിലൊരു മീറ്റിംഗ് വിളിക്കാൻ പോവാണ്. ആ മീറ്റിങ്ങിൽ നിർവഹണ ഉദ്യോഗസ്ഥർ തന്നെ വരണം, പകരക്കാരൻ ദയവ് ചെയ്ത് വിടരുതേ എന്ന് പറയാൻ ഒറ്റ അഭ്യർത്ഥിക്കാണോ? അത് മാത്രമേ പറയാനുള്ളൂ. പകരം സെക്രട്ടറിക്ക് പകരം AS വരരുത്, കൃഷി ഓഫീസർക്ക് പകരം കൃഷി അസിസ്റ്റന്റ് വരരുത്. അതുകൊണ്ട് പല മീറ്റിംഗ് വരാറുണ്ട്. ഈ നടക്കാൻ പോകുന്ന മീറ്റിംഗ് ഉടൻ വിളിക്കും. അതിനകത്ത് ആരാണോ ചെയ്യേണ്ടവർ അവർ വരണം. കാരണം ചെയ്യേണ്ട ഘട്ടത്തിൽ സംശയങ്ങൾ വരികയും പ്രശ്നങ്ങൾ വരികയും ചെയ്താൽ നമുക്ക് ഒരിക്കലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഭയം ആരെ കുറ്റപ്പെടുന്ന കാര്യമില്ല. എല്ലാവരും ഓഡിറ്റിന് ഓഡിറ്റിന് ഭയപ്പെടുന്ന ഒരു പരിധി വരെ. അതാണ് ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യം സാർ ഇപ്പോൾ ഞാൻ പറയുമ്പം കഴിഞ്ഞ ദിവസം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതുകൊണ്ട് സാർ തോന്നരുത്. കൃഷി ഓഫീസറെ കൊണ്ട് പറയുന്നത് നമ്മൾ ചില പറയുന്നുണ്ടോ? കാരണം അവർ കഴിഞ്ഞ ദിവസം നമ്മൾ അവരുടെ ജില്ലാതല മീറ്റിംഗിൽ സംസാരിക്കുന്നുണ്ടായി. അപ്പോൾ നമ്മുടെ ഇഷ്യൂ മാഡം പറഞ്ഞതുപോലെ ബ്ലോക്കിൽ വർക്ക് ഇല്ല എന്നുള്ള അതൊരു പ്രശ്നം. പഞ്ചായത്ത് സെക്രട്ടറി ലതിക, NREG ഓവർസിയർ ഷീജ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, വിവിധ ഡിപ്പാർട്ട്മെന്റിലെ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന മഞ്ഞളാമ്പ്രം UP സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷം കേളകം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവൻ പാലുമി ഉദ്ഘാടനം ചെയ്തു. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന മഞ്ഞളാമ്പ്രം UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷം കേളകം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവൻ പാലൂമി നിർവഹിച്ചു. കേരളം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രളയത്തിൽ ഉൾപ്പെട്ടപ്പോൾ നമ്മളെല്ലാവരും കൈവാക്കുകയുണ്ടായി. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ച വയനാട് അപകടം നടന്നപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ആ നില പുലർത്തി പോകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ കുഞ്ഞുമക്കളായാലും നമ്മുടെ പിൻഗാമികൾ കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ തുടർന്ന് പോകണം. അല്ലെങ്കിൽ അത് നല്ല ഐക്യത്തോടെയും സാഹോദര്യത്തോടും സന്തോഷത്തോടുകൂടി നിറവേറ്റി പോകണം എന്നാണ് പറയാറുള്ളത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എടുക്കാം. ഒരു പരിധിവരെ കുറേ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം അത് കൂടുന്നുണ്ടോ എന്നൊരു പരിശോധനകൾ നടത്തേണ്ട സമയം കൂടിയാണ്. കാരണം നമുക്കറിയാം, മറ്റ് കൂട്ടുകെട്ടിലേക്ക് കുഞ്ഞുമക്കൾ തൊട്ട് മുതിർന്ന കുട്ടികൾ വരെ പോകുന്ന സാഹചര്യങ്ങൾ. അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ സ്വയം തിരുത്തി പോകേണ്ട ഒരു അവസരം കൂടിയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ നല്ലൊരു നാടായിട്ട് വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. PTA പ്രസിഡന്റ് സുജയ് T. ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് ചേലമരം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മദർ PTA പ്രസിഡന്റ് ജിമോൾ വർഗീസ്, സ്കൂൾ ലീഡർ കുമാരി എൽന സുനിൽ, പ്രധാനാധ്യാപിക PD റോസമ്മ, സീനിയർ അസിസ്റ്റന്റ് PL ഷാലി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസംഗം, ദേശീയ ഗാനം, ദേശഭക്തി ഗാന മത്സരം, ദേശീയ പതാക നിർമ്മാണം തുടങ്ങിയവയും സ്വാതന്ത്ര്യ സമര സേനാനികൾ പ്രച്ഛന്നവേഷധാരികളായി അണിനിരന്നു. തുടർന്ന് പായസദാനവും നടത്തി.
ഹൈവിഷൻ ന്യൂസ് കേളകം. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന സന്ദേശത്തോടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വിളക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഭരണഘടന സംരക്ഷിക്കണമെന്ന ഉറപ്പുമായി വിളക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രതിജ്ഞയെടുത്തു. മൂല്യങ്ങളും തത്വങ്ങളും ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞയെടുക്കുന്നു. രാജ്യത്തെ നിയമങ്ങളെ ബഹുമാനിക്കുകയും പിന്തുടരുകയും ചെയ്യുമെന്നും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വിവിധ നിറങ്ങളിലുള്ള യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾ വളരെ ആകർഷകമായ രീതിയിലാണ് പരിപാടിയിൽ പങ്കെടുത്തത്. PTA പ്രസിഡന്റ് സി ഹുസൈന്റെ അധ്യക്ഷതയിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന്റെ സമ്പന്നതയെയും ഐക്യത്തെയും അതിന്റെ ഡൈവേഴ്സിറ്റിയെയും എല്ലാം വിളിച്ചോതുന്ന തരത്തിലുള്ള പരിപാടികളായിട്ട് നമുക്കിവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കൾ ഈ ആരാമത്തിൽ, അതുപോലെ ഏതെല്ലാം ജാതികൾ ഈ ഭാരതത്തിൽ നിന്ന് മോയിൻകുട്ടി വൈദ്യർ പാടിയതുപോലെ മനോഹരമായിട്ടുള്ള സംസ്കാര സമ്പന്നമായിട്ടൊരു ഭാരത സംസ്കാരത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ വയലേഷൻ ചെയ്യാതെ, നഷ്ടപ്പെടുത്താതെ സംരക്ഷിച്ചു പോകാൻ വളർന്നു വരുന്ന നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ്. ഈ വലിയ വെയിലിൽ നിങ്ങളെ നിർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷ്ണമായിട്ടുള്ള സമരത്തീച്ചൂളകളിലേക്ക് എത്തിച്ചാടി ഈ രാജ്യത്തിനകത്തുള്ള ജനതയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭയുണ്ടാക്കുകയും അതിന്റെ തലവനായി പ്രവർത്തിച്ചുകൊണ്ട് ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മഹത്തായ ഇന്ത്യൻ ഭരണഘടനയെ ഇനിയുള്ള കാലം അത്രയും ചേർത്ത് പിടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ നമുക്ക് ഈ അവസരത്തെ വിനിയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രധാന അധ്യാപകൻ MP സിറാജുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KV ബിന്ദു, B മിനി, KV റഷീദ്, ഷഫീന മുഹമ്മദ്, PTA വൈസ് പ്രസിഡന്റ് KP സക്കറിയ, MK കുഞ്ഞാലി, K നാസർ, KP സുബിഷ, വർക്കി മാസ്റ്റർ, K ഉദയ്കുമാർ, ആരുഷ് ദേവ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസമാഹരണം നടത്തി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മാലിന്യമുക്ത നവകേരളം കോളയാട് ഗ്രാമപഞ്ചായത്ത് തല ഏകദിന ശില്പശാല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M റിജി ഉദ്ഘാടനം ചെയ്തു. കോളയാട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പഞ്ചായത്ത് തല ശില്പശാല കോളയാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M റിജി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി KC ഇബ്രാഹിം, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഉമാദേവി, T ജയരാജൻ മാസ്റ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഉമാദേവി, T ജയരാജൻ മാസ്റ്റർ, സേജ പ്രദീപൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KV ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രീത ചെറുവളത്ത് പഞ്ചായത്ത് തല റിപ്പോർട്ട് അവതരണവും റിസോഴ്സ് പേഴ്സൺ സൽമ ബ്ലോക്ക് തല അവതരണവും നടത്തി. തുടർന്ന് വാർഡ് തല ചർച്ചയും ക്രോഡീകരണവും നടന്നു. ബ്ലോക്ക് ലെവലിൽ കുറച്ച് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അപ്പോൾ മറ്റുള്ള പഞ്ചായത്തുകൾ ഇതിനേക്കാളും കുറേ കൂടെ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് സ്കോളർഷിപ്പിന് നല്ല ഉയർന്ന. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് 2024 സ്കൂൾ തല മത്സരങ്ങളുടെ ഇരട്ടി ഉപജില്ലാതല ഉദ്ഘാടനം കൊട്ടിയൂർ തലക്കാണി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്മുടാംഗം ഉദ്ഘാടനം ചെയ്തു. അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് 2024 സ്കൂൾ തല മത്സരങ്ങളുടെ ഇരട്ടി ഉപജില്ലാതല ഉദ്ഘാടനം കൊട്ടിയൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിം നമ്പുടാകം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പൻതുരുത്തിയിൽ, SMC ചെയർമാൻ ജിജോ അറക്കൽ, പ്രധാനാധ്യാപകൻ MT സുരേഷ് കുമാർ, നിഷാദ് മണത്തണ തുടങ്ങിയവർ സംസാരിച്ചു. പല പത്രസ്ഥാപനങ്ങളും അധ്യാപക സംഘടനകളും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾ നടത്തി വരുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ്. കാരണം വൈജ്ഞാനിക രംഗത്ത്. ഹൈവിഷൻ ന്യൂസ്, കേളകം.
ബ്ലഡ് ഡോണേഴ്സ് യൂത്ത് കേരള, എടത്തൊട്ടി ഡീപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, തലശ്ശേരി ജനറൽ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടന്നു. മുഴക്കുന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ശിവൻ ചോടോത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലഡ് ഡോണേഴ്സ് യൂത്ത് കേരള, എടത്തൊട്ടി ഡീപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NSS NCC യൂണിറ്റ്, തലശ്ശേരി ജനറൽ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോളേജിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുഴക്കുന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ശിവൻ ചോടോത്ത് ഉദ്ഘാടനം ചെയ്തു. ഏജൻസിയായിട്ടുള്ളൊരു കോടതിയിൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് പോകണം, പെട്ടെന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഞാൻ നീണ്ടു നിൽക്കുന്ന ഒരു ഉദ്ഘാടന പ്രസംഗമൊന്നും ആഗ്രഹിക്കുന്നില്ല. രക്തദാനം, മഹാദാനം എന്നാണ്. രണ്ട് ദാനങ്ങളാണ് പ്രധാനമായിട്ടും മഹാദാനങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് അന്നദാനം, വിശക്കുന്നവന് ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ ഉള്ളൊരു ദാനമാണ് രക്തം നൽകുക. ജീവൻ നമ്മൾ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് രക്തദാനത്തിൻ്റെ പ്രധാനം. റീസെൻ്റായിട്ട് വയനാട് ഇഷ്യൂ നമ്മൾ കണ്ടു. അപ്പോൾ രക്തത്തിന് ആവശ്യം വന്നപ്പോൾ ഞാൻ കണ്ണൂർ ജില്ലയിലെ ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പിൽ ഒരു മെമ്പറാണ്, മീൻസ് വാട്സാപ്പ് ഗ്രൂപ്പ് മെമ്പറാണ്. ഞാനും കോളേജിൽ പഠിക്കുന്ന സമയത്ത് NSSലും NCCയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മലബാർ ക്യാൻസർ സെൻ്ററിലൊക്കെ ആവശ്യം വരുമ്പോൾ കോളേജിൽ ഞങ്ങളുടെ ഹോസ്റ്റലാണ് ജീവിച്ചത്. അപ്പം ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളെയാണ് ഫസ്റ്റ് ബ്ലഡിന് വേണ്ടിയിട്ട് വിളിക്കുക. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ പീറ്റർ വിരോത്ത് അധ്യക്ഷത വഹിച്ചു. NSS കോർഡിനേറ്റർ ജെസി, BDYK അംഗങ്ങളായ ചന്ദ്രൻ എടത്തൊട്ടി, ഉമ്മർ, ഉഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. 70ഓളം പേരാണ് രക്തദാന ക്യാമ്പിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചരമം വട്ടിയറ ചെന്നലോട്ടെ MP ശാന്ത അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ പൂങ്കാൻ ബാലൻ. മക്കൾ സന്ധ്യ, സനിൽ, മരുമക്കൾ രാജേഷ്, ശാലിനി. ചെങ്ങോത്തെ പാലിയക്കരയിൽ സരസമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ മാധവൻ. മക്കൾ ഉഷ, രത്നമ്മ, രാജു, കോമളൻ, ലളിത, സുരേഷ്, സോണി, ശൈല, ജോഷി. മരുമക്കൾ പവിത്രൻ, പരേതരായ ബാലൻ, മനോഹരൻ. മണത്തനയിലെ AT രാമചന്ദ്രൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ഭാര്യ ഗീത. മക്കൾ അപർണ, അനുരാഗ്, അർജുൻ. അമ്പായത്തോടിലെ പുഞ്ചയിൽ PM ജോസഫ്, ജോയി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ഭാര്യ ഫിലോമിന. മക്കൾ ജോബിക്, ജോയ്സ്. മരുമക്കൾ ലിസ്മ, രാഹുൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണം സ്പെഷ്യൽ ഡ്രൈവ് കേരള കർണാടക അതിർത്തിയിൽ വാഹന പരിശോധന ശക്തമാക്കി എക്സൈസ്. തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിൽ കനത്ത മഴയിൽ വിള്ളൽ രൂപപ്പെട്ട റോഡ് തകർന്ന ഭാഗം റോഡ് വിഭാഗം ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു. റോഡ് പുനർനിർമ്മാണം സംബന്ധിച്ച യോഗം 16-ന്. ഡിജി കേരളം പഠിതാക്കൾക്കുള്ള പരിശീലനം ജില്ലാതല ഉദ്ഘാടനം കേളകത്ത്. കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.